ഇതുവരെയായിട്ടും റെഡി ആയില്ലോടി അങ്ങോട്ട്. എടി ചാനലുകാർ പെട്ടെന്ന് വരുന്ന ഒന്ന് പെട്ടെന്ന് റെഡിയാക്ക്. താൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടോ. ഞാൻ തിന്നുവല്ല മലയാളി. തലക്കറി പൊളിച്ചിട്ടുണ്ട് കേട്ടാ. ഈ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? എന്തോ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് എടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിക്കുന്നുണ്ടോ? അതാണ് രമണൻ ചേട്ടൻ, അതാണ് ഭാർഗവി ചേച്ചി. ഇവരാണ് ഇവിടുത്തെ എല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ഭാർഗവി ചേച്ചി. ചേച്ചിന് എന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ നല്ല കിണ്ണം കാച്ചിയ തലക്കറിയുണ്ട്. എടുക്കട്ടെ? തലക്കറിയാ? എടി ആ ക്യാമറക്കാർ വന്ന് പെട്ടെന്നല്ല ഒന്ന് സെറ്റ് ആക്ക, അവർക്ക് എടുക്കാനുള്ള. ചെല്ലങ്ങോട്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടാക്കളെ? തലക്കറി. ഹായ് ഗൈസ്, നാവിലെ രുചിയും ഷാപ്പിലെ കറിയും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പുതിയ രുചിയിടങ്ങൾ തേടി എത്തിയിരിക്കുന്നത് നാട്ടും പുറത്തുള്ള ഒരു ഷാപ്പിലാണ്. ഇവർ രണ്ടുപേരാണ് ഇതിന്റെ മുതലാളിമാർ. പേര് പറയൂ. രമണൻ. അപ്പൊ നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നേരെ പോകുന്നത് ഇവരുടെ രുചി എന്താന്ന് അറിയാനായിട്ടാണ്. അപ്പൊ പോയാലോ? അപ്പൊ പോട്ടെ. നമ്മുടെ ഭാർഗവി ചേച്ചി നമുക്ക് ഞണ്ടും കൊണ്ട് വന്നിട്ട് ചേച്ചി. എന്റെ അളിയാ, ഇതാണ് ഞണ്ട്. താറാവ് കറി പിന്നെ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായി കേട്ടോ. അതൊക്കെ പറ്റ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. പൈസ അല്ല, ഇന്ന് വീഡിയോ പോവോ? ഇന്ന് ഉറപ്പായിട്ട് എന്തായാലും വീഡിയോ പോകും. പൈസ ഒന്നും വേണ്ട, ഇന്ന് വീഡിയോ ഇടുമല്ലോ. ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും വേണ്ടല്ലോ. ബ്ലോഗറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിന്റെ പൈസ കൊടുക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗൈസ്, അപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. ചേച്ചി വ്ലോഗിങ്ങിന് വേണ്ടിയേ 2 കപ്പ ചേച്ചി. പിന്നെ കടവ, ഈ തല വേറെ തലയും കൂടെ, പിന്നെ കൊഞ്ച്, പിന്നെ ഞണ്ട്, പിന്നെ ബീഫ് എല്ലാം വീഡിയോക്ക് വേണ്ടിയാണ്. ചേട്ടാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ വീഡിയോ ഒന്ന് വൈകിട്ട് വരും കേട്ടോ. അതൊക്കെ പോട്ടെ, ഏത് ചാനലാ വരുന്നത്? നുമ്പ ചേട്ടൻ വന്നില്ല, അതുപോലെ യൂട്യൂബിനകത്ത്. അല്ല, നുമ്പ പോയ ചേട്ടൻ ഇടാന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് ശാന്തന് സീരിയൽ കാണുന്ന ടിവിക്കകത്തില്ല. എന്താ ഏഷ്യാനെറ്റ് ഇല്ലയോ? ഇത് നിങ്ങളുടെ എവിടാ വരുന്നത്? ഞങ്ങളുടെ ഫോണിനകത്താ. ഫോണിനകത്തുണ്ട്. ഫോൺ കാണിച്ചു അല്ലാതെ വേറെ ഫോൺ ഉണ്ടോ? മറ്റേ വലിയ ഫോണല്ലയോ? അതുകൊണ്ട് അതിന്റെ അകത്ത്. എടാ, കയ്യില് 300 ഉള്ളൂ. 1000 രൂപയുടെ ഫുഡായി, ബാക്കി 700 പിന്നെ തരാന്ന് പറഞ്ഞാലേ ഇവര് നമ്മുടെ തലയെടുത്ത് കറി വെക്കും. അപ്പൊ എന്തോ ചെയ്യും? ആ കാണുന്ന അടുക്കള അത് തന്നെ. 700 രൂപയ്ക്ക് വൈകിട്ട് വരെ പണി എടുക്കും. മുതലായിക്കോണം. ഉള്ള കാര്യം തുറന്ന് പറയോ?